ബംഗാൾ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം 182 മണ്ഡലങ്ങളിലേക്ക് നടന്ന ഫസ്റ്റ് ഫേസ് BJP തൂക്കിയെന്ന് പറയേണ്ടി വരും. എന്തായാലും BJP ക്യാമ്പ് വളരെ കോൺഫിഡൻ്റ് ആണ്. അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് 110ലധികം സീറ്റുകൾ നേടി ഗെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്. 182 മണ്ഡലങ്ങളിലേക്കാണ് ഫസ്റ്റ് ഫേസിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ BJPയുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 90 മുതൽ 100 വരെയായിരുന്നു എന്നുള്ളത് നമുക്ക് ആദ്യമേ അറിയാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും അത് ക്രോസ് ചെയ്തു, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അച്ചീവ്മെൻറ്റ് എന്താണോ അവർ ഉദ്ദേശിച്ചിരുന്നത് അത് ഡെലിവർ ചെയ്തു എന്നുള്ള ഒരു അസംഷനാണ് ഇപ്പോൾ പാർട്ടിക്ക് ഉള്ളത്. പ്രത്യേകിച്ച് നോർത്ത് ബംഗാളിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. നോർത്ത് ബംഗാളിലും സുവേന്ദു അധികാരിയുടെ തട്ടകമായ ജംഗിൾ മഹലിലും ഒരു മുന്നേറ്റം BJP ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളൊക്കെയാണ് ബംഗാളിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മുന്നേറ്റം, ഒരു മുൻതൂക്കം BJPക്ക് ഫസ്റ്റ് ഫേസിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു 90 സീറ്റെങ്കിലും മിനിമം പാർട്ടി നേടണം, എന്നാൽ മാത്രമേ രണ്ടാം ഘട്ടത്തിൽ സാധ്യതയുള്ളൂ എന്നുള്ള ഒരു സംഭവം സത്യമായിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും അതിനനുസരിച്ച് തന്നെയുള്ള ഒരു പ്രകടനം BJPയുടെ ഭാഗത്ത് നിന്ന് കാഴ്ചവെച്ചു എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. ഒന്നാമത്തെ കാര്യം, ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വോട്ടർ ടേൺ ഔട്ടിൻ്റെ ഒരു പ്രധാന കാരണം SIR തന്നെയാണ്. കാരണം SIRന് ശേഷം ശുദ്ധീകരിച്ച ഒരു വോട്ടർ പട്ടികയാണ്. ഒരുപാട് ഡിലീഷൻസ് നടന്നിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ ഡിലീറ്റ് ചെയ്തു, അതുകൂടാതെ പെർമനൻ്റ്ലി ഷിഫ്റ്റ് ചെയ്ത വോട്ടർമാർ, പിന്നെ മരിച്ചവർ. അപ്പം അങ്ങനെ ഒരു ശുദ്ധീകരിച്ച ആക്ച്വൽ വോട്ടേഴ്സാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ഹെവി ടേൺ ഔട്ട് പ്രതീക്ഷിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ ഈ SIR കാരണം വോട്ട് നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം വ്യാപകമായി തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. മൈഗ്രൻ്റ് ലേബറേഴ്സൊക്കെ വലിയ തോതിൽ പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഈ ഹെവി വോട്ടർ ടേൺ ഔട്ട്. അതിൽ തന്നെ ഒരു നിർണായകമായ കാര്യം, സാധാരണഗതിയിൽ ഇപ്പം BJPയുടെ ആവിർഭാവത്തിന് ശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും 2021 നിയമസഭാ ഇലക്ഷൻ, 2024 ലോക്സഭാ ഇലക്ഷൻ, അപ്പോൾ ഈ ഇലക്ഷനുകളിലെല്ലാം മൈഗ്രൻ്റ് ലേബറേഴ്സിൽ ഈ മുസ്ലിം വിഭാഗക്കാർ, മുസ്ലിം ഒറിജിനായിട്ടുള്ള മൈഗ്രൻ്റ് ലേബറേഴ്സ് വലിയ തോതിൽ നാട്ടിലേക്ക് പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. തൃണമൂൽ ആ രീതിയിൽ തന്നെ അവരെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിരുന്നു. ഒരു കേഡർ സംവിധാനമുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അവരത് അച്ചീവ് ചെയ്തിരുന്നു മുമ്പും. അത് ഇത്തവണയും തുടരുന്നു എന്നതാണ്. അപ്പം ഈ മുസ്ലിം പോളറൈസേഷൻ എന്ന് പറയുന്നത് മാക്സിമം ആണ് ബംഗാളിൽ. അപ്പം ഇത്തവണ ഇനി ഇതിൽ കൂടുതൽ പോളറൈസേഷൻ ഒന്നും വരാൻ സാധ്യത വളരെ കുറവാണ്. ഏതാണ്ട് 80% വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകൾ തൃണമൂൽ കോൺഗ്രസിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വോട്ട് ചെയ്ത്. അത് അതുപോലെ തന്നെ തുടരാനാണ് സാധ്യത. അതിൽ കൂടുതൽ ഇനി അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ഏതാണ്ട് മാക്സിമമായി എന്ന് പറയാം. കാരണം ഒരു കമ്മ്യൂണിറ്റിയുടെ 80% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മാർജിനലായിട്ടുള്ള മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്നാൽ പോലും ഒരു വലിയ മാറ്റം ഇനി അതുവഴി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അത് നമുക്ക് എവിഡൻ്റ് ആണ്. എത്രത്തോളം മാറ്റം ഈ 116 മണ്ഡലങ്ങളിൽ മൊത്തത്തിൽ ഈ മുസ്ലിം ഡൊമിനേറ്റഡ് ആയുള്ള മണ്ഡലങ്ങളിൽ ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ ഹിന്ദു ലേബറേഴ്സ്, അതായത് ഈ മൈഗ്രൻ്റ് ലേബറേഴ്സ് ആയുള്ള ആളുകൾ വ്യാപകമായി തന്നെ ബംഗാളിലേക്ക് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ബംഗാൾ റീജിയനിലുള്ള മൈഗ്രൻ്റ് ലേബറേഴ്സ്, ഹിന്ദു ഒറിജിനായുള്ള ഹിന്ദു മൈഗ്രൻ്റ് ലേബറേഴ്സ് വലിയ തോതിൽ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. BJP തന്നെ അതിന് മുൻകൈ എടുത്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതും ഒരു നിർണായക സംഭവം തന്നെയായിരിക്കും. കാരണം ഹിന്ദു മൈഗ്രൻ്റ് ലേബറേഴ്സും വളരെ ലാർജ് ആയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ യൂത്ത് വോട്ട് വളരെ നിർണായകമായിരിക്കും. കാരണം 15 വർഷത്തെ ആൻറ്റി ഇൻകംബൻസ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഈ യൂത്ത് വോട്ടേഴ്സിനായിരിക്കും. ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു വികാരം ഉണ്ടാകുമെന്ന് പറയുന്ന രീതിയിൽ തന്നെ BJPക്ക് അനുകൂലമായുള്ളൊരു വികാരം യൂത്ത് വോട്ടേഴ്സിൻ്റെ ഇടയിലുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ പഴയ സെക്ടേറിയൻ രാഷ്ട്രീയം, അല്ലെങ്കിൽ ബംഗാളി സ്വത്തം മാത്രം ഉയർത്തിപ്പിടിച്ചുള്ള രാഷ്ട്രീയമൊന്നും അവർക്ക് അത്ര എളുപ്പത്തിലൊന്നും ദഹിക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചെറുപ്പക്കാർക്കിടയിലുള്ള ഒരു കമാൻഡ് നമുക്കറിയാം. നല്ല യങ് ലീഡേഴ്സ് BJPയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് യൂത്ത് വോട്ട്, പ്രത്യേകിച്ച് ഹിന്ദു യൂത്ത് വോട്ട് വലിയ തോതിൽ BJPയിലേക്ക് ഒഴുകിയിട്ടുണ്ടെന്നുള്ള ഒരു അസംഷൻ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ അതുകൂടാതെ മഹിളാ വോട്ടാണെങ്കിലും ഇത്തവണ ദീദിയെ പഴയ പോലെ പിന്തുണയ്ക്കാനുള്ളൊരു സാധ്യത കുറവാണ്. ഇപ്പം ഒരുവിധം എനലിസ്റ്റുകളൊക്കെ പറയുന്നൊരു കാര്യം, മമതാ ബാനർജിക്കെതിരെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഗ്രൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. കാരണം കഴിഞ്ഞ ഇലക്ഷന് വിഭിന്നമായിട്ട് തന്നെ ആളുകളൊക്കെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരുന്നു. ഈ പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ട്രാക്കേഴ്സ്, ജേർണലിസ്റ്റുകൾ, ഇവരെല്ലാം ബംഗാളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ
അല്ലെങ്കിൽ അവരൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു, അതൊക്കെ ഓപ്പണായിട്ട് തന്നെ പറയാൻ ജനങ്ങൾ തയ്യാറായിരുന്നു. അപ്പോൾ തൃണമൂലിൻ്റെ ഒരു ഇൻറ്റിമിഡേഷൻ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇത്തവണ വർക്കൗട്ട് ആയിട്ടില്ല. അക്രമ സംഭവങ്ങളും കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരുന്നു. ഉണ്ടായിട്ടുണ്ട്, മുർഷിദാബാദിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയൊന്നല്ല സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടത്. അപ്പം കൂടുതൽ ആളുകൾ ഭയമില്ലാതെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് BJPക്ക് തന്നെയാണ് അനുകൂലമായി വരിക. കാരണം തൃണമൂൽ കോൺഗ്രസ് ഒരു കേഡർ സംവിധാനമാണ്, നിലവിൽ ഗുണ്ടാഗിരി നടത്തുന്ന ഒരു കേഡർ സംവിധാനമാണ്. അപ്പോൾ അവർക്ക് അവരുടെ വോട്ടർമാരെ പരമാവധി പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ സാധിക്കും. BJPക്ക് പലയിടങ്ങളിലും ആ രീതിയിലുള്ള സംഘടനാ സംവിധാനം ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെവി വോട്ടർ ടേൺ ഔട്ട് എന്ന് പറയുമ്പോൾ കേന്ദ്ര സേനയുടെ ഒരു ഇമ്പാക്റ്റ്, ഗുണ്ടാഗിരി, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭയപ്പെടുത്തി എതിരാളികളെ വോട്ട് ചെയ്യാതെ മാറ്റി നിർത്തുന്ന ആ ഒരു സിസ്റ്റം ഇത്തവണ തീരെ വർക്കൗട്ട് ആയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മമതയ്ക്കേറ്റ കനത്തൊരു തിരിച്ചടി തന്നെയാണ് ഈ വലിയ വോട്ടർ ടേൺ ഔട്ട്. അതുകൊണ്ട് തന്നെ ഈ വോട്ടർ ടേൺ ഔട്ടിനെ വലിയ രീതിയിൽ ആഘോഷിക്കാൻ തൃണമൂൽ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നേതാക്കളുടെ സ്റ്റേറ്റ്മെൻറ്റിലൊന്നും അതിനെക്കുറിച്ച് വല്ലാതെ ഹൈലൈറ്റ് ചെയ്തില്ല. കാരണം അവർക്കൊരു തിരിച്ചടിയാണ്. അവർ പ്രതീക്ഷിച്ചിരുന്നത് അവരുടെ വോട്ടുകൾ മാക്സിമം പോൾ ചെയ്യപ്പെടും, BJPക്ക് കിട്ടേണ്ട പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുള്ള വോട്ടുകൾ തങ്ങൾക്ക് തടയാൻ സാധിക്കും, പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും തടയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ കാൽക്കുലേഷൻ കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അത് ഒരു എവിഡൻ്റ് ആയുള്ള സംഭവം തന്നെയാണ്. കേന്ദ്ര സേനയുടെ ഒരു ഇമ്പാക്റ്റ് കാരണം വലിയ തോതിൽ ജനങ്ങൾ ഭയമില്ലാതെ പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് BJPയുടെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റിയും, അല്ലെങ്കിൽ BJPക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും വലിയൊരു ഘടകവും അത് തന്നെയാണ്. പിന്നെ ബൈപ്പോളർ ആയിരുന്നു മത്സരം. ശരിക്കും BJP വേഴ്സസ് തൃണമൂൽ എന്നായിരുന്നു. CPM ഒന്നും പിക്ചറിലേ ഇല്ല എന്നതാണ് ഒരു വസ്തുത. മുർഷിദാബാദിലെ ചില മുസ്ലിം ബെൽറ്റുകളിലൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഹിന്ദു മേഖലകളിലൊന്നും CPMന് യാതൊരു ഇൻഫ്ലുവൻസും നടത്താൻ സാധിച്ചിട്ടില്ല. കോൺഗ്രസും നോൺ എക്സിസ്റ്റൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൃണമൂൽ വിരുദ്ധ, മമതാ വിരുദ്ധ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിയിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് അനുഭാവികളായ ഹിന്ദുക്കൾ, പിന്നെ CPMലെ അവശേഷിക്കുന്ന ഹിന്ദുക്കൾ, പല ആളുകളും BJPക്ക് ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ശരിക്കും ഒരു നല്ല ഒരു മുന്നേറ്റം തന്നെ ആദ്യഘട്ടത്തിൽ BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. പക്ഷേ ഇവിടെ കൊണ്ട് അവസാനിച്ചില്ല. 29-ാം തീയതി രണ്ടാം ഘട്ടം നടക്കുമ്പോൾ BJP വളരെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മമതാ ബാനർജി ഇനിയുള്ള ദിവസങ്ങളിൽ സിമ്പതി വേവ് പരമാവധി അഴിച്ച് വിടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. കഴിഞ്ഞ തവണ വീണതുപോലെ ചിലപ്പം വലിയ പ്ലാസ്റ്ററൊക്കെ ഇട്ട് നടന്നേക്കാം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇപ്പം തന്നെ ഡൽഹി പിടിച്ചെടുക്കും, ഞാൻ BJPയെ തകർക്കും എന്നൊക്കെയാണ് പറയുന്നത്. പരസ്പര വിരുദ്ധമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അവർ ശരിക്കും റാറ്റിൽഡ് ആയിട്ടുണ്ട് തൃണമൂൽ ക്യാമ്പ്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഫസ്റ്റ് ഘട്ടം പോയി എന്നുള്ളത്. പിന്നെ രണ്ടാം ഘട്ടം മമതയുടെ ഒരു കോട്ടക്കൊത്തളം എന്നൊക്കെ പറയുന്ന കൽക്കത്തയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെയാണ്. കൊൽക്കത്ത, ഹൂഗ്ലി, ഹൗറ, നോർത്ത് 24 പർഗനാസ്, സൗത്ത് 24 പർഗനാസ്, പിന്നെ നാദിയ ഡിസ്ട്രിക്റ്റ്. അപ്പം ഈ മേഖലയിൽ എന്തെങ്കിലും ഒരു ഓവർ ടേൺ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പം മമതാ ബാനർജി നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളത് ഇത്തവണ ഉറപ്പാണ്. കാരണം ഈ രീതിയിലുള്ള ഒരു സ്വാധീനം BJPക്ക് പലയിടങ്ങളിലും ഇല്ല എന്നത് വസ്തുതയാണ്. കാരണം ഭദ്രലോകമൊക്കെ നിൽക്കുന്ന, മമതാ ബാനർജിയെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം ഭദ്രലോക് കോമ്പിനേഷനുള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. പക്ഷേ അവിടെയെല്ലാം രണ്ടാം സ്ഥാനത്തൊക്കെ എത്താൻ BJPക്ക് കഴിഞ്ഞ തവണ സാധിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളും ഒരു 33 മണ്ഡലങ്ങൾ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 142-ൽ 33 മണ്ഡലങ്ങളിൽ ചെറിയ ഭൂരിപക്ഷത്തിനാണ് BJP പരാജയപ്പെട്ടത്. അതുമാത്രമല്ല SIRൻ്റെ ഒരു ഇമ്പാക്റ്റും വളരെ ഹെവി ആയിട്ട് നിൽക്കുന്ന പല പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ഒരു 50 മുതൽ 60 സീറ്റെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പിടിക്കാനുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കാനാണ് ഇപ്പോൾ മമതാ ബാനർജി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിനയ കല, ഈ രീതിയിലുള്ള പ്രകോപനങ്ങളൊക്കെ ഉണ്ടാവും. BJP ഇതുവരെ മമതാ ബാനർജിയുടെ പ്രകോപനങ്ങളിലൊന്നും വീഴാതെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ അതേ ടാക്ടിക്സ് പാർട്ടി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണത്തെ അനുഭവങ്ങൾ BJPക്ക് മുമ്പിലുണ്ട്. മമതയെ നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ സാധിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഡ്രാമ കളിച്ച് അവർ പരമാവധി വോട്ട്, ബംഗാളി വോട്ടൊക്കെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷേ BJP വളരെ കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മമതയുടെ ഇത്തരം പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മമതയുടെ ഇത്തരം പ്രകോപനങ്ങൾ ഒന്നും BJPയെ ബാധിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്നാം ഘട്ടം എന്തായാലും BJPക്ക് ആധിപത്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് എത്രത്തോളം മുന്നേറാൻ സാധിച്ചു എന്നുള്ളത് മാത്രമാണ് ചോദ്യം. പക്ഷേ രണ്ടാം ഘട്ടത്തിലും നല്ലൊരു പെർഫോമൻസ് BJPയുടെ ഭാഗത്തു നിന്ന് വേണം. ആൻറ്റി ഇൻകംബൻസി ഹെവി ആയിട്ടുള്ള പല പ്രദേശങ്ങളുമാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. വിമൻ സേഫ്റ്റി ഉൾപ്പെടെയുള്ള ഇഷ്യൂസ് വളരെ സജീവമായി ചർച്ചയായ മേഖലകളൊക്കെയാണ്. അതുകൂടാതെ തന്നെ മറ്റു കുറേ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ മത്വ ഡൊമിനേറ്റഡ് ആയുള്ള റീജിയനിൽ ഈ SIRൻ്റെ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകും. മത്വ കമ്മ്യൂണിറ്റിക്ക് കുറേ ആളുകൾക്ക് വോട്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും മോർ ഓർ ലെസ് BJPക്കൊപ്പം തന്നെ ഈ മത്വ കമ്മ്യൂണിറ്റി നിൽക്കുമെന്നാണ്
പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേക്ക് വാക്കല്ല, സെക്കൻഡ് ഫേസ് കൂടി നല്ല ഇതേ രീതിയിലുള്ളൊരു സ്റ്റേബിൾ പെർഫോമൻസ് ആണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ഫൈനൽ ഔട്ട്കമ്മിലും കാണാൻ സാധിക്കും.